പാലക്കാട് എലപ്പുള്ളിയിൽ മദ്യനിർമ്മാണ കമ്പനി വരുന്നതിൽ ആശങ്ക പങ്കിട്ട് പ്രദേശവാസികളായ കർഷകർ. കുടിവെള്ളത്തിനും കൃഷിക്കും സർക്കാർ പദ്ധതികളെ ആശ്രയിക്കുന്ന പ്രദേശത്ത് മദ്യ കമ്പനി വരുന്നത് ജലചൂഷണത്തിന് കാരണമാകുമെന്നാണ് നാട്ടുകാർ പറയുന്നത്. ജലസേചനത്തിന് വാളയാർ ഡാമിൽ നിന്നുള്ള വെള്ളം, കുടിവെള്ളത്തിന് ആശ്രയം വാട്ടർ അതോറിറ്റിയുടെ പദ്ധതി, ഇത് രണ്ടുമില്ലെങ്കിൽ എലപ്പുള്ളിയിലെ 6-ാം വാർഡ് പ്രതിസന്ധിയിലാകും. അതുകൊണ്ട് തന്നെയാണ് പ്രദേശത്തെ നിർദ്ദിഷ്ട മദ്യനിർമ്മാണ കമ്പനി സംബന്ധിച്ച് നാട്ടുകാർക്കുള്ള ആശങ്ക. കുടിവെള്ള ക്ഷാമം ഉണ്ടാവും. ഇവിടെ ഇനി കഴിഞ്ഞ സാറേ ഇനി ടാങ്കറാണ് വെള്ളം വരുന്നത്. പിന്നെ കൃഷി, പിന്നെ ഇത് വലിയ വെള്ളത്തിൻ്റെ ഇതായതുകൊണ്ട് ഞങ്ങൾക്കൊരു ആശങ്ക. ഈ കമ്പനി വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് കർഷകർക്ക് മെയിൻ അടിയാണ് വെള്ളം കിട്ടില്ല എന്ന് ഉറപ്പ് തന്നെയാണ്. ഇപ്പോൾ എല്ലാവരുടെയും ഇപ്പം അടിച്ചിരിക്കുന്നത് 400, 450, 500 അടി വരെ ബോർ താത്തിയിട്ടാണ് നമുക്ക് കൃഷിക്ക് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതും കൂടി വന്നു കഴിഞ്ഞാൽ എന്തായാലും കൺഫേം ആയിട്ട് വെള്ളം എല്ലാം ഉണ്ടാവില്ല. ഒന്നിടവിട്ട ദിവസങ്ങളിലാണ് ഇവിടെ വെള്ളം കിട്ടുന്നത്. നിശ്ചിത ദിവസം വെള്ളം വന്നില്ലെങ്കിൽ ദുരിതമാണ്. വെള്ളത്തിന് ബുദ്ധിമുട്ട് തന്നെ. ഒരു ദിവസം വെള്ളം വന്നില്ലെങ്കിൽ വെള്ളമില്ല. അതന്നെ വെള്ളം കരുതി വയ്ക്കുകയാണ്. ആ പാത്രം തെങ്ങാപ്പാത്ത് പോയി നോക്കിയും വെള്ളം എത്ര നിറച്ച് വയ്ക്കും. ഒരു ദിവസം വെള്ളം പഴുത്തുനിന്ന് ഒഴിഞ്ഞാൽ വെള്ളമില്ല. കുന്നങ്കാട്ടുപതി വെള്ളം അത് രാത്രിയാണ് വരവ്, പകലല്ല. രാത്രി വന്ന ഉറക്കത്തിൽ ഒരു മണിക്ക് ആരാകടിച്ച് വേനൽക്കാലത്തൊക്കെ വെള്ളത്തിന് മഴക്കാലത്തും ബുദ്ധിമുട്ട് തന്നെ. ഒരു ദിവസം വെള്ളം ഓടിയില്ലെങ്കിൽ അലക്കലും കുളിക്കലും കഴിഞ്ഞാൽ വെള്ളമില്ല. ഇന്ന് വെള്ളം വരും എന്ന് പറഞ്ഞ് വെള്ളം അലക്കി ആ പാത്രമൊക്കെ കഴുകി വെച്ചാൽ അന്ന് വെള്ളം ഉണ്ടായില്ല. ആശങ്കകൾ സർക്കാർ പരിഹരിക്കുമെന്ന പ്രതീക്ഷയാണ് CPIM പ്രതിനിധിയായ വാർഡംഗത്തിനുള്ളത്. കർഷകർക്കും കൃഷിക്കാർക്കും ഭൂഗർഭജലം താന്നുപോകും, അല്ലെങ്കിൽ മണ്ണ് ജല സംരക്ഷണത്തിന് കുറവ് വരുന്നുള്ള ഒരു പരാതി ഉണ്ട്. പക്ഷെ അത് സർക്കാർ അതിന് എല്ലാവിധ സഹായങ്ങളും സപ്പോർട്ടുകളും ചെയ്തുകൊണ്ടാണ് ഈ പദ്ധതിക്ക് തുടക്കമിട്ടിട്ടുള്ളതെന്നാണ് എനിക്കറിയാൻ കഴിയും. മദ്യക്കമ്പനിക്ക് പ്രാഥമിക അനുമതി മാത്രമാണ് ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ കൂടുതൽ വ്യക്തത വരുമെന്നാണ് നാട്ടുകാരുടെ പ്രതീക്ഷ. എന്നാൽ പദ്ധതിയെ ഒരു തരത്തിലും അംഗീകരിക്കില്ലെന്ന് പ്രതിപക്ഷം വ്യക്തമാക്കുന്നു. ന്യൂസ് മലയാളം, പാലക്കാട്.